സോഷ്യൽ മീഡിയയുടെ വളർച്ചയോടുകൂടി ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒന്നാണ് സിനിമ റിവ്യൂ. മുൻകാലങ്ങളിൽ വെള്ളി നക്ഷത്രവും കാത്തിരുന്ന് സിനിമയുടെ വിശേഷങ്ങൾ അറിഞ്ഞിരുന്ന സിനിമാ പ്രേമികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ മാറി. ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് മുതൽ അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഓരോ ഘട്ടത്തിലും അത് റിലീസ് ചെയ്യുന്ന ആ നിമിഷം മുതൽ സിനിമയെ പറ്റിയുള്ള വിവരങ്ങൾ വരെ വളരെ വിശദമായി തന്നെ പ്രേക്ഷകനിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ സിനിമ റിവ്യൂ പറയുന്നവരുടെ എണ്ണം കൂടിയതും അതിന് ലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടായതും. എത്ര പ്രമുഖ ചലച്ചിത്ര നടന്മാരുടെയും നടിമാരുടെയും ചിത്രമാണെങ്കിൽ പോലും റിവ്യൂ നോക്കിയിട്ട് അതിന്റെ ആസ്വാദകർ ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നു കഴിഞ്ഞു. സിനിമയെ റിവ്യൂ സ്വാധീനിക്കുന്നുണ്ട് എന്നും ഇല്ല എന്നും പറയാം. പക്ഷേ ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ കഴിയില്ല തന്നെ. സിനിമാ മേഖലയിൽ റിവ്യൂവിന്റെ പേരിൽ നടക്കുന്ന പുതിയ ട്രെൻഡിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നത് പി ശ്രീകുമാറാണ്. മലയാള സിനിമാ മേഖലയിൽ നിലവിൽ റിവ്യൂവിന്റെ പേരിൽ നടക്കുന്നത് കോപ്രായങ്ങളാണെന്നാണ് പി ശ്രീകുമാർ പറയുന്നത്. സിനിമയെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് നിരൂപണം എഴുതുന്ന ഒരാൾ പോലും ഇപ്പോഴില്ല. ഇവിടെ ഒരുത്തൻ മാജിക്കലേത് എന്ന പോലെ തന്നെ വേഷമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് എന്തൊക്കെയോ പറയുന്നു, വേറെ ഒരുത്തൻ എന്തൊക്കെയോ പുലമ്പുന്നു. ഇവരുടെ റിവ്യൂ ഒക്കെ സിനിമയെ ബാധിക്കുമെന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല. ഞാനൊരു സിനിമ കാണണമെന്ന് വിചാരിച്ചാൽ അത് കണ്ടിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. റിവ്യൂ നോക്കി ഇന്നുവരെ ഒരു പടം കാണാനോ കാണാതിരിക്കാനോ ഞാൻ തുനിഞ്ഞിട്ടില്ല. റിവ്യൂ നോക്കി പോകുന്നവരുണ്ടെങ്കിൽ അവർ പോകട്ടെ. സിനിമയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന കാലമാണ്. കുടുംബകഥകൾ, മൂല്യങ്ങളൊക്കെ സിനിമയിൽ നിന്നും കുറഞ്ഞു വരുന്നു. ആരോ പറഞ്ഞു കേട്ട് ഹൃദയം മുതൽ പറിച്ചെടുക്കുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ പടം കണ്ടിട്ടില്ല. യുവതലമുറ അതിനെ ഇഷ്ടപ്പെടുന്നുവെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്റെ സിനിമകളിൽ വളരെ മികച്ച രീതിയിൽ സഹകരിച്ച വ്യക്തിയാണ് മമ്മൂട്ടി. എന്റെ കരിയർ മുന്നോട്ട് പോകാനായും അദ്ദേഹം സഹായിച്ചു. നിർമ്മാതാക്കളെ അടക്കം അദ്ദേഹം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എത്ര പേർ അങ്ങനെ ചെയ്യും? ഇപ്പോഴും മമ്മൂട്ടി അതുപോലെ പലരെയും സഹായിക്കുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമായി പുതിയ സംവിധായകന്മാർക്ക് അദ്ദേഹം അവസരം നൽകുന്നുവെന്നും പി ശ്രീകുമാർ പറയുന്നു. മാസ്റ്റർ ബീൻ എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പി ശ്രീകുമാർ. ചില മുൻകാല സംവിധായകന്മാർക്ക് സൂപ്പർ താരങ്ങൾ ഡേറ്റ് കൊടുക്കാതിരിക്കുന്നുണ്ടാവും. എന്നാൽ അർഹരായവർക്ക് അവരെ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിഹരന്റെ ഒരു പടത്തിൽ ഇവരിൽ ആരെ വിളിച്ചാലാണ് ഡേറ്റ് കൊടുക്കാത്തത്? പിന്നെ ഇവരൊക്കെയാണ് മറ്റുള്ളവരെ ഉണ്ടാക്കി വിട്ടത് എന്ന് പറയുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അംബികയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണല്ലോ, എന്നാൽ അവരെ നടിയാക്കി വിട്ടത് ഞാനാണെന്ന് പറയാൻ സാധിക്കുമോ? ഞാനൊരു നിമിത്തമായെന്ന് മാത്രം. മുകേഷും സായികുമാറും ഒക്കെ ഇങ്ങോട്ട് വേഷം തേടി വന്നിട്ടുണ്ട്. അവർക്ക് അവസരം നൽകിയിട്ടുമുണ്ട്. നമ്മുടെ സിനിമ നന്നാവുക എന്നതിലുപരി ആരെങ്കിലും നശിപ്പിക്കാനോ നന്നാക്കാനോ നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ അവസരം ലഭിക്കുന്നില്ല എന്നതിൽ എനിക്ക് വലിയ വിഷമമില്ല. കഴിവല്ല, ആളുകളുമായുള്ള ബന്ധം നിലനിർത്തുന്നു എന്നതാണ് വേഷങ്ങൾ ലഭിക്കുന്നതിൽ പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശരിയാണ്, പല നടന്മാരുടെയും നടിമാരുടെയും ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പല പ്രമുഖ നിർമ്മാതാക്കളും സംവിധായകരും ഒരേ സ്വരത്തിൽ പരാതി പറയുമ്പോഴും എന്തൊക്കെ ഡേറ്റ് ക്ലാഷ് ഉണ്ടായാലും പ്രമുഖ സംവിധായകർക്കൊക്കെ, അവർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നവർക്കൊക്കെ എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അതൊക്കെ മാറ്റിവെച്ച് ചലച്ചിത്ര നടന്മാർ ഡേറ്റ് കൊടുക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പലരും കഷ്ടപ്പാടിനേക്കാളും കടപ്പാടിനേക്കാളും തങ്ങളുടെ സിനിമ വിജയിക്കുക എന്നുള്ളതും കരിയറിന്റെ ഗ്രാഫ് ഉയർത്തുക എന്നുള്ളതുമാണ് ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ നോക്കി തന്നെയാണ് അവർ പലപ്പോഴും ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിന് അവരെ കുറ്റം പറയാനും സാധിക്കില്ല എന്നതാണ് വാസ്തവം.